4 വർഷത്തോളമായിട്ട് അമ്പലത്തറ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്ത് വരികയായിരുന്നു. 2 മാസത്തിന് മുന്നേ ഈ നമ്മുടെ നിലവിലെ കൗൺസിലർ ഒരു മീറ്റിംഗ് വിളിക്കുകയും എന്നോട് ഇനി ജോലിയിൽ തുടരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും റീസണൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ഞാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ID കാർഡൊക്കെ ഉള്ളതാണ്, ഞങ്ങൾക്ക് അങ്ങനെ ജോലിയിൽ നിന്ന് മാറ്റി വിടണമെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള കാരണം മാഡം പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ മാഡം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഉള്ളവർ ഞങ്ങളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചാണകവെള്ളം മുൻപായിരുന്നെങ്കിൽ ചാണകവെള്ളം തളിച്ചിട്ടേ ഞങ്ങൾ അത്രയും നികൃഷ്ടമായിട്ട് എന്നെ എടി എന്നൊക്കെയാണ് സംബോധന, നിന്നോട് ഇറങ്ങി പോകാനല്ലേ എടി പറഞ്ഞതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞാണ് വന്നത്. അപ്പോൾ കരഞ്ഞ സമയത്ത് മാഡം പറഞ്ഞു ഇവൾക്ക് ഭ്രാന്താണ്, ഇവളെന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത്, ജോലിയെന്ന് പറഞ്ഞു വിട്ടാൽ നീ പോകണം എന്നുള്ള. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പുറത്ത് പോയി. പക്ഷെ ഞാൻ അന്ന് പ്രതികരിക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ ഇതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ജോലിയും കൂടെ അത് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരാൾക്കെങ്കിലും വരുമാനം കിട്ടട്ടെ എന്ന് ചേട്ടന് ഈ ഒരു ജോലിക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 4 വർഷത്തോളമായിട്ട്. അപ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടാനും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഞാൻ പരാതിക്കൊന്നും പോയില്ല. 1-2 പേരെടുത്ത് പറഞ്ഞപ്പോൾ ഭർത്താവെങ്കിലും ഉണ്ടല്ലോ, ഇനി വെറുതെ പരാതിക്ക് പോയി ഇനി ഇതിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാവും എന്ന് പേടിച്ചിട്ടാണ് അന്നും പോകാത്തത്. പക്ഷേ ഇന്ന് വീണ്ടും ഒരു അംഗം പുറത്തായതിന് മുഖാന്തരം ഇന്നൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളടുത്ത് ഇതൊന്നും അറിയിപ്പൊന്നും തന്നിട്ടില്ല. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു അംഗം വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ മീറ്റിംഗ് നടക്കുകയാണ്, വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ വീട്ടിലില്ല, മോളെ കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ സമയത്ത് കുറേ കഴിഞ്ഞ് ഞങ്ങൾ കൂടെ ഉള്ള ഒരു അംഗം വന്ന് പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ സതീഷിനെ ജോലിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്, പകരത്തിന് 2 പേരെ എടുത്തിട്ടുണ്ട്, സതീഷ് പോകുന്ന ഏരിയ എല്ലാം ഇനി അവരാണ് എടുക്കാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാരണമെന്ന് സതീഷ് അവിടെ പോയി ഒന്ന് തിരക്കിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ചേട്ടൻ അവിടെ പോകുന്നത്. അപ്പോൾ പോയി മാഡത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് മാഡം പ്രശ്നം, എന്നെ എന്തിനാണ് മാറ്റിയത്, എന്ത് കാരണത്താലാണ്, എന്തെങ്കിലും കാരണമുണ്ടോ, എന്തെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ പരാതിയൊന്നും അല്ല, നിന്നെ കാണുമ്പോൾ തന്നെ ഒരു നികൃഷ്ട ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ചേട്ടൻ കറുപ്പാണ്, ഞങ്ങൾ ഹരിജനാണ് എന്ന് കരുതിയിട്ട് നമുക്കിപ്പോൾ നമ്മളെ ജോലിയും ഇതൊന്നും നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലിങ്സിൽ ചേട്ടൻ മാഡമായിട്ട് സംസാരിച്ചു. പക്ഷേ മാഡം പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ കോളറോട് തൂക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കവാലത്തിൽ അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചേട്ടൻ മാഡമായിട്ട് അങ്ങോട്ട് തള്ളി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. അത് കഴിഞ്ഞ് അവർ കേസ് കൊടുത്തത് ആ മാഡത്തിനെ എൻ്റെ ചേട്ടൻ തല്ലിയത്. പക്ഷേ അവിടെ CCTV ഉണ്ട്, ആ മാഡത്തിൻ്റെ വീട്ടിലുണ്ട്, അത് നമുക്ക് പരിശോധിച്ച് അറിയാൻ പറ്റുന്നതാണ്. പ്രൊവോക്ക് ചെയ്തത് മാഡമാണ്, ആ മാഡമാണ് ഇങ്ങോട്ട് അടിക്കുകയും ചെയ്തത്. അതുമല്ല നമ്മളുടെ വളരെ അതായത് നമ്മൾ ഹരിജൻ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വളരെ ഇതിനു മുന്നേ 2 ഹരിജൻ ഉണ്ടായിരുന്ന ആ 2 പേരും അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവർ അവിടെ ഇതിൽ അങ്ങനെയുള്ളവർ ഈ ജോലിയിൽ വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങളെ ഇപ്പോൾ ഞങ്ങളും കൂടെ കൂട്ടി ഇപ്പോൾ 4ാമത്തെ ആളെയാണ് അവരിങ്ങനെയാണെങ്കിൽ മാറ്റുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല, ഈ ഒരു ജോലിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾക്ക് കാരണം വേണ്ട, എന്തെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് എടുക്കുന്നവർക്ക് എന്ത് സാമ്പത്തിക തിരിമറിയായിരിക്കും അവർ ഞങ്ങളെ തലയെ കൊണ്ട് വയ്ക്കുന്നത്, അതൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള റൂൾസ് ഇല്ലേ? അവർ ഒരു കാരണവും പറയുന്നത് നിങ്ങൾ വേണ്ട എന്നാണ് അവർ പറയുന്നത്, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോടും ജോലിയിൽ നിന്ന് മാറാൻ പറയുമ്പോഴും ഞാനും ചോദിക്കുന്നുണ്ട് മാഡം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ എന്നെ മാറ്റിയാൽ ഞാനത് കുഴപ്പമില്ല, ഇന്ന കാരണത്താലാണ് മാറ്റുന്നതെന്ന് നമുക്കറിയണമല്ലോ. ഇനി ഒരു ജോലിയിലിരിക്കുമ്പോൾ 4 വർഷത്തോളം കഴിയുന്ന ഒരാളടുത്ത് പെട്ടെന്ന് മാറാൻ പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരിതിൽ നമ്മൾ ആ മാഡത്തിനോട് ചോദിച്ചപ്പോഴും എന്നോട് ഇറങ്ങി പോടി അങ്ങനെ ആ മാഡം സംസാരിക്കാറുള്ളൂ. ഞാൻ തിരക്കുന്ന ഓരോരുത്തർ പറയുന്നത് വെച്ചാൽ ആ മാഡത്തിൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും വളരെ നമ്മളോട് ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ വരുന്നവർ അവർ എന്തെങ്കിലും അവർക്ക് ആവശ്യങ്ങൾക്കായിരിക്കും വരുന്നത് എന്നല്ല, അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുക. അത് അങ്ങനെ കുറച്ച് പേരെടുത്ത് മാത്രമേ അവരങ്ങനെ സംസാരിക്കുകയുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെടുത്ത് അവർ വളരെ നികൃഷ്ടമായിട്ടാണ് പെരുമാറുക. അതുകൊണ്ടാണ് ഈ ഞങ്ങളുടെ കാസ്റ്റിലുള്ള ഇതും കൂടെ കൂട്ടി 4ാമത്തെ ആളെയാണ് മാറ്റുന്നത്. കാരണമൊന്നുമില്ല, ഈ മാറിയ 4 പേർക്കും അവർ കാരണം പറയുന്നില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് നോട്ടീസ് തരണം, നിങ്ങൾ ജോലിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ മീറ്റിംഗ് സമയത്ത് ഞങ്ങൾ വിളിക്കണം, ഇന്ന ദിവസം മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ വരണമെന്ന് പറയണം. പക്ഷേ അതൊന്നും പറയാതെയാണ് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും മീറ്റിംഗ് വെച്ച് പകുതി ആയപ്പോഴത്തേക്കും അതിലിരുന്ന ഒരു അംഗമാണ് ഞങ്ങളെ വിളിക്കുന്നത്, ഇവിടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് നിങ്ങൾ വരണം, പുതിയ ആളെയൊക്കെ എടുക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും ആണ് മാറ്റിയിട്ടുണ്ട്, ഇനി ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റി ചോദിക്കാനാണ് ചേട്ടൻ പോയി. പക്ഷേ ഇപ്പോൾ അവർ കേസ് കൊടുത്തത് ആ മാഡത്തിനെ അടിച്ചു എന്നാണ്. അങ്ങോട്ട് ചെന്ന് നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് വരുമ്പോഴത്തേക്കല്ലേ നമ്മൾ വഴക്കാവുള്ളൂ. പോലീസ് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, അവർ പറയുന്ന ആ മാഡം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്,
എന്ന് പറയുന്നു. ചേട്ടന് അവർ ഇതുവരെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്തായിരുന്നാലും ഒന്നെങ്കിൽ CCTV ചെക്ക് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ അവർ തെളിയിക്കണം. അവരാണോ അടിച്ചത്, അത് ചേട്ടനാണോ അടിച്ചതെന്നുള്ള സത്യാവസ്ഥ ഞങ്ങൾക്ക് തെളിയിക്കണം. പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജാതിയെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത അവർ നിർത്തണം. അത് ഈ ജാതിയിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കാർക്കും പോയി മരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കും ജീവിച്ചേ പറ്റൂ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നത്. ഇവിടെ അടിയുടെ പാടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അവർ സ്ത്രീ ആയതുകൊണ്ട് എപ്പോഴും ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരു പ്രശ്നം വന്നിരുന്നാലും എല്ലാവരും എൻ്റെ കൂടെ നിൽക്കൂ എന്നുള്ളത് ആ മാഡത്തിനും അറിയാം. സ്ത്രീയെക്കാണ് മുൻഗണന കൊടുക്കുന്നെങ്കിലും പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും അവർക്കും പറയാനുള്ള റൂൾസും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾക്ക് ഒന്നുകിൽ ഞങ്ങളെ ജോലി അവർ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അവർ ഞങ്ങളോട് ചെയ്തതിന് അതിനെന്താണോ പ്രതിവിധി അത് ചെയ്യണം. ഇല്ല, ആരോടും ഞാൻ സംസാരിച്ചില്ല. ഞാൻ ആ സമയം മുതൽ ഇവിടെ ഉണ്ട്. എന്താണ് എന്ന് തീരുമാനം അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരു വീട്ടിൽ 2 പേര് വരുമാനമാണ് അവർ തീർത്തത്. പക്ഷേ ഞങ്ങൾക്കും ചിലവുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളും ഇതെല്ലാം ഉണ്ട്, ലോൺ എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അതൊക്കെ നോക്കണ്ടേ. അത് ഇവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ ജോലിയിൽ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറേ പ്രൊസീജിയറുണ്ടല്ലോ, അതൊന്നും നോക്കാതെയാണ് അവരത് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് അവിടെ സംസാരം നടന്നത്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ അവിടെ അപ്പോഴും ആളില്ലായിരുന്നു. അതായിരിക്കും ആ മാഡത്തിന് അതൊരു ഇതായിട്ട് തോന്നിയത്.